നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ബാക്കി നിൽക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ശനിയാഴ്ച കേരളത്തിൽ പ്രചാരണത്തിനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മണ്ഡലമായ ധർമ്മടത്താണ് പ്രചാരണം നടത്തുന്നത്. നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് തിരുവല്ലയിലെ പരിപാടിക്കെത്തിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം ജംഗ്ഷൻ മുതൽ കരമന വരെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളും BJP നേതാക്കളും റോഡ് ഷോയിൽ അദ്ദേഹത്തെ അനുഗമിക്കും. രാഹുൽ ഗാന്ധിയുടെ ആദ്യ പര്യടനം ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു. ശേഷം കട്ടപ്പനയിലും കൊച്ചിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് പ്രചാരണം നടത്തുന്നത്. മണ്ഡലത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി പരിധികളിലും മുഖ്യമന്ത്രി പ്രചാരണത്തിന് എത്തുന്നുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം വിവാദങ്ങളും സജീവമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. AICC നിയമവിഭാഗം ചെയർമാൻ ഡോക്ടർ അഭിഷേക് സിംഗ്വിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പണം കൈപ്പറ്റുന്നു എന്ന് തോന്നിപ്പിക്കും വിധം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ എഡിറ്റ് ചെയ്താണ് ചിത്രം കൈരളി ന്യൂസ് പ്രചരിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ ആലപ്പുഴ നോർത്ത് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളവോട്ടിനായി CPM വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നുവെന്ന ആരോപണത്തിൽ KC വേണുഗോപാലിന് CPMഉം വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. KC വേണുഗോപാലിൻ്റെ പ്രസ്താവന CPMനെ കളങ്കപ്പെടുത്തുന്നതാണെന്നും അതിനാൽ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം. ഇതിനിടെ വയനാട് ഫണ്ടിൽ പിരിവിൻ്റെ കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആകെ പിരിവായി ലഭിച്ചത് 5,38,21,632 രൂപ മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. 3,68,00,000 രൂപ മുടക്കിയാണ് സ്ഥലം വാങ്ങിയത്. 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് നൽകി. അക്കൗണ്ട് വഴി ലഭിച്ചതിന് പുറത്താണ് യൂത്ത് കോൺഗ്രസ് നൽകിയ ഫണ്ട്. KPCC ഫണ്ടിൽ നിന്ന് 97 ലക്ഷം രൂപ മുടക്കിയാണ് സ്ഥലം വാങ്ങിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 73 ലക്ഷം രൂപ കൂടി രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അത് KPCC AICC ഫണ്ടിൽ നിന്ന് കണ്ടെത്തും. വീട് നിർമ്മാണത്തിന് ഇനിയും പണം പിരിക്കില്ലെന്നും പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് അധിക തുക കണ്ടെത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.